രാഷ്ട്രപതിയുടെ കേരള സന്ദർശനം വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. അത് സ്വാഭാവികമാണ് താനും. കാരണം രാഷ്ട്രപതിയാണ് വരുന്നത്. രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താണുപോയ സംഭവം അത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെയാണ് വിമർശനം ഉയർന്നു വരുന്നത്. അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇപ്പോൾ നല്ല ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ട്രോളായുമൊക്കെ BJP ഹാൻഡിലുകളിലും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലുമൊക്കെ വലിയ പ്രചാരണം നടത്തുന്നു. പിണറായി വിജയനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ, പോലീസിനെതിരെ സുരക്ഷാ വീഴ്ച അത് കേരളത്തിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് മലയാള മനോരമയും മാതൃഭൂമിയും ഒന്ന് നോക്കാനിടയായത്. മാതൃഭൂമി ഓൺലൈനിൽ ഇത് സംബന്ധിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഹെലികോപ്റ്റർ ഇറക്കിയത് ഉറയ്ക്കാത്ത കോൺക്രീറ്റിൽ, തീരുമാനം രാവിലെ 6 മണിക്ക്, ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഈ വാർത്തയുടെ ഏറ്റവും അവസാനം പറയുന്നത് ഇങ്ങനെയാണ്: കൃത്യമായ പ്രോട്ടോക്കോളിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം. പ്ലാൻ എയും പ്ലാൻ ബിയും നേരത്തെ തന്നെ തയ്യാറാക്കിയിരിക്കും. ഇവിടെയും അക്കാര്യം ഉറപ്പുവരുത്തിയിരുന്നു. ഹെലികോപ്റ്റർ ഇറങ്ങാൻ ആദ്യം നിശ്ചയിച്ചത് നിലയ്ക്കൽ ആയിരുന്നു. രണ്ടാമത്തെ ഇടമായിരുന്നു പ്രമാടം ഇൻഡോർ സ്റ്റേഡിയം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയത്. രണ്ടിടത്തും നേരത്തെ തന്നെ പലവരു ട്രയൽ റണ്ണും നടത്തിക്കഴിഞ്ഞതാണ്. എന്നിട്ടും എങ്ങനെ ഇത്തരത്തിൽ ഒരു സുരക്ഷാ വീഴ്ച എങ്ങനെ ഉണ്ടായി എന്നതാണ് ഉയരുന്ന ചോദ്യം. തിരുവനന്തപുരത്ത് നിന്ന് പ്രമാടത്തേക്ക് ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലായിരുന്നു രാഷ്ട്രപതി എത്തിയത്. ആദ്യം നിശ്ചയിച്ചിരുന്നത് നിലയ്ക്കലിൽ ഇറങ്ങാൻ ആയിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയും കാലാവസ്ഥയും പ്രതികൂലമായതിനാൽ പ്രമാടത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് നിലയ്ക്കലിൽ നിന്ന് ഹെലിപ്പാഡ് മാറ്റാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. പത്തനംതിട്ടയിൽ സുരക്ഷിതമായി ഇറങ്ങാനുള്ള ഹെലിപ്പാഡ് കണ്ടെത്തണമെന്ന് പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിൽ നിന്ന് നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രമാടത്തെ ഇൻഡോർ സ്റ്റേഡിയം തയ്യാറാക്കി വെച്ചു. പ്രസിഡന്റ് സെക്രട്ടേറിയറ്റ് എന്ന് വെച്ചാൽ രാഷ്ട്രപതി ഭവനിൽ നിന്ന് വന്ന നിർദ്ദേശത്തെ തുടർന്നാണ് മറ്റൊരു സ്ഥലം കണ്ടെത്താൻ നിശ്ചയിച്ചത്. പോലീസ് കണ്ടെത്തുകയും ചെയ്തത്. എന്നാൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രദേശത്ത് കോൺക്രീറ്റ് ഇടണമെന്ന് പൈലറ്റുമാരാണ് നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺക്രീറ്റ് പണികൾ ആരംഭിച്ചത്. ഈ പണി തീർന്നത് പുലർച്ചെയോടെയായിരുന്നു. കോൺക്രീറ്റ് ഇട്ട് 12 മണിക്കൂർ പോലും തികഞ്ഞിരുന്നില്ല. കോൺക്രീറ്റ് ഉറച്ചിരുന്നില്ല. ഇക്കാര്യം സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 5 അടി മാറി ലാൻഡ് ചെയ്യാനുള്ള നിർദ്ദേശമായിരുന്നു നൽകിയത്. എന്നാൽ സെറ്റ് ആവാത്ത കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാകും എന്ന് പറയുന്നു. സുരക്ഷാ വീഴ്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് DGPയുടെ വാർത്താക്കുറിപ്പും നൽകിയിട്ടുണ്ട് ഈ വാർത്തയോടൊപ്പം. ഇനി നമുക്ക് മലയാള മനോരമ നോക്കാം. മലയാള മനോരമയും സമാന വാർത്ത നൽകിയിട്ടുണ്ട്. രാഷ്ട്രപതിയെയും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്തുന്ന ഹെലികോപ്റ്റർ നിലയ്ക്കൽ ഇറക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തീരുമാനം പെട്ടെന്ന് മാറ്റുകയായിരുന്നു. തുടർന്ന് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇറക്കിയത്. രാവിലെയോടെയായിരുന്നു പ്രമാടത്ത് ഹെലികോപ്റ്റർ വന്നിറങ്ങാനുള്ള ഹെലിപ്പാഡ് നിർമ്മാണം പൂർത്തിയായത്. അതുകൊണ്ട് കോൺക്രീറ്റ് പതലം ഉറച്ചിരുന്നില്ല. കോൺക്രീറ്റ് ഇട്ട് 12 മണിക്കൂർ തികയും മുൻപായിരുന്നു ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ്. രാഷ്ട്രപതി ഇറങ്ങിയ ശേഷമാണ് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ കോൺക്രീറ്റിൽ താഴ്ന്നത്. എന്ന് വെച്ചാൽ ഏകദേശം കാര്യങ്ങൾ പ്രേക്ഷകർക്ക് പിടികിട്ടിയിട്ടുണ്ടാകും. മലയാള മനോരമയും മാതൃഭൂമിയും പറയുന്നു, വളരെ പെട്ടെന്നെടുത്ത തീരുമാനമാണ്. എയും ബിയും പ്ലാൻ ഉണ്ടായിരുന്നു. ബി പ്ലാൻ അനുസരിച്ചായിരുന്നു തീരുമാനം. ഈ പ്രദേശത്ത് നേരത്തെ പരിശോധന നടത്തിയതാണ്. പരിശോധന നടത്തിയത് എയർഫോഴ്സാണ്. എയർഫോഴ്സ് അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ പൈലറ്റുമാർ കോൺക്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ പൊടി പാറും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കോൺക്രീറ്റ് ചെയ്തത്. ആ കോൺക്രീറ്റിലാണ് ടയർ താഴ്ന്നു പോയത്. അത് പെട്ടെന്ന് ചെയ്തത് കൊണ്ടാണ് എന്നാണ്. അതിലൊരു സുരക്ഷാ വീഴ്ചയും പറ്റിയിട്ടില്ല. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് തീരുമാനം പെട്ടെന്ന് മാറ്റേണ്ടി വന്നത് എന്ന്. സ്വാഭാവികമായും സംഭവിക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചത് എന്ന് ഇതോടുകൂടി വ്യക്തമായി. രാഷ്ട്രപതി വരുമ്പോൾ വലിയ സുരക്ഷാ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയോടുകൂടിയാണ് എല്ലാവരും, കേരള പോലീസും SPGയും എല്ലാവരും, രാഷ്ട്രപതി ഭവനും ഒക്കെ പ്രവർത്തിക്കുക എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തീരുമാനം പെട്ടെന്നെടുത്തതും തീരുമാനം മാറ്റിയതും.
നിലയ്ക്കലിൽ നിന്ന് പ്രമാണത്തേക്ക് ലാൻഡിംഗ് മാറ്റിയതും പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് പറ്റിയതാണ്. നേരത്തെ നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് 5 അടി മാറിയാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയത്. അതാണ് പ്രശ്നത്തിന് കാരണം. 5 അടി മാറി ഇറങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. നിശ്ചിത സ്ഥലത്ത് ഇറങ്ങിയിരുന്നുവെങ്കിൽ, പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇറങ്ങിയിരുന്നുവെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് DGPയും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സുരക്ഷാ വീഴ്ചയും പറ്റിയിട്ടില്ല എന്നർത്ഥം. വലിയ ചർച്ചയാക്കി മാറ്റി, വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന് രാഷ്ട്രപതിക്ക് ഇവിടെ ലാൻഡ് ചെയ്യാനൊരു സൗകര്യം പോലും കൃത്യമായി തയ്യാറാക്കാൻ കഴിയാത്ത സർക്കാരാണോ കേരളം ഭരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. സോഷ്യൽ മീഡിയയിൽ കണ്ട മറ്റൊരു കമന്റ് വളരെ രസകരമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കാൻ പോലും കഴിയാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അവരാണ് പിന്നെ കേരയിൽ ഉണ്ടാക്കുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ സംഭവത്തെ, എന്താണ് ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാതെ ഇതിനെ വഴിതിരിച്ചു കൊണ്ടുപോയി അതും സർക്കാരിനെതിരെ, പിണറായിക്കെതിരെയുള്ള, ഇടതുമുന്നണി സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി മാറ്റാനാണ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൻ്റെയും BJPയുടെയും ശ്രമം. പക്ഷേ മലയാള മനോരമയും മാതൃഭൂമിയും LDF സർക്കാരിന് വേണ്ടി നിരന്തരം വാദോരാതെ സംസാരിക്കുന്നവരൊന്നുമല്ലല്ലോ 2 പത്രങ്ങളും എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവർക്ക് പോലും സത്യം പറയേണ്ടി വന്നു. ഈ പ്രചാരണങ്ങളെല്ലാം തെറ്റാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് 2 മാധ്യമങ്ങളിൽ വന്ന, മാതൃഭൂമിയിലും മനോരമയിലും വന്ന വാർത്ത വായിച്ച് പ്രേക്ഷകരോട് ഇക്കാര്യം പറയുന്നത്.